സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും പ്രതിദിന കേസുകൾ 7000-ന് മുകളിലാണ്. നാളെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങളാണുള്ളത്. നാളത്തെ PSC പരീക്ഷകളും മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിശ്ചയിച്ച PSC പരീക്ഷകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ നടത്തുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്തും എറണാകുളത്ത് നിന്ന് സിജോ വി ജോണുമാണ് ചേരുന്നത്. സജിത്ത്, ഇന്നത്തെ PSC പരീക്ഷകളെല്ലാം നടത്താൻ തന്നെയാണ് തീരുമാനം. നാളെ ഒരു ദിവസത്തെ പരീക്ഷകൾ മാത്രമല്ലേ PSC ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്, അതോ അടുത്ത ഞായറാഴ്ചത്തെ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ടോ? നാളത്തെ പരീക്ഷകൾ PSC മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ മുതൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് പുതിയ നിയന്ത്രണങ്ങൾ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ നാളെ ഞായറാഴ്ച ഉണ്ടാകുന്നു എന്നതാണ് പ്രത്യേകത. നാളെയും അടുത്ത ഞായറാഴ്ചയുമാണ് ഈ നിയന്ത്രണങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ രോഗവ്യാപന സാധ്യതയും നിലവിലെ കണക്കുകൾ തുടരുകയും ചെയ്താൽ ഒരുപക്ഷെ ആ നിയന്ത്രണം കൂടുതൽ ഞായറാഴ്ചകളിലേക്കെങ്കിലും നീട്ടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നാളെ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തന്നെ. അവശ്യ സർവീസുകൾക്ക് മാത്രമേ നാളെ അനുമതിയുള്ളൂ. അതിന് മാത്രമേ അനുമതി ഉണ്ടാവുകയുള്ളൂ. അത്യാവശ്യക്കാർ മാത്രം പുറത്തിറങ്ങണം. ബാക്കി എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കണം എന്നതാണ് സർക്കാരിന്റെ നിർദ്ദേശം. നമ്മൾ മുമ്പും കണ്ടതാണ് ലോക്ഡൌൺ. അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ച് ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും അവർക്ക് പരിചിതമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിർണായകമാണ്. ഏത് തരത്തിലാണ് ഈ നിയന്ത്രണവുമായി ജനങ്ങൾ പൊരുത്തപ്പെടുക എന്നത് പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നാളെ കർശനമായ പരിശോധനകൾ ഉണ്ടാവും. നാളത്തെ ദിവസം എന്തായാലും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. എന്നാൽ KSRTC അടക്കമുള്ളവർ ആവശ്യമുള്ളവർക്ക് അത്യാവശ്യ സൗകര്യം അനുവദിച്ചിരിക്കുന്നവർക്ക് പോകുന്നതിന് വേണ്ടിയുള്ള യാത്രാ സൗകര്യം അനുവദിക്കുമെന്ന് KSRTCയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ആശുപത്രികൾ അടക്കമുള്ള എയർപോർട്ടുകൾ, ആശുപത്രികൾ, മറ്റ് അവശ്യ സർവീസുകൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യാനുസരണം സർവീസ് നടത്താൻ KSRTC നട സജ്ജമാണ്. ബാക്കി എല്ലാ കടകളും അടഞ്ഞുകിടക്കും. പാഴ്സൽ സംവിധാനങ്ങളായിരിക്കും മറ്റ് ഹോട്ടലുകൾ അനുവദിക്കുക രാവിലെ. ഈ തരത്തിലുള്ള ക്രമീകരണങ്ങൾ നാളെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം നിയന്ത്രണങ്ങൾ വരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ PSC പരീക്ഷകൾ നടത്തുന്നുണ്ട്. കാരണം നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. നാളത്തെ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. അതാണ് നിലവിൽ നടത്തിയിരിക്കുന്ന ക്രമീകരണം. സംസ്ഥാനത്ത് രോഗവ്യാപനം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരവും സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. TPR നിരക്ക് ഉയരുന്നു എന്നതാണ്. അതുപോലെ നാളത്തെ നിയന്ത്രണത്തിൽ പ്രധാനമായും ഈ കടകളുടെ, ഹോട്ടലുകൾ, ഇത് ഇങ്ങനെ തുടങ്ങിയ സർവീസുകളുടെ വിഷയം എങ്ങനെയാണ്? നാളെ അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി ഉണ്ടാവുക. ബാക്കി എല്ലാ കടകളും അടഞ്ഞുകിടക്കും. ആ തരത്തിലാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ അത്യാവശ്യ കാര്യമുള്ളവർക്ക് പുറത്തിറങ്ങാം. അതിന് പോലീസിന്, പരിശോധകർക്ക് മുന്നിൽ വിശദീകരണം നൽകേണ്ടി വരും. ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള നേരത്തെ ലോക്ഡൌൺ സമയത്ത് നമ്മൾ കണ്ടതുപോലെ അവർക്കായിരിക്കും പുറത്തിറങ്ങാൻ അനുമതി ഉണ്ടാവുക. മറ്റ് ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റും പുറത്തിറങ്ങുന്നവർക്ക് വേണ്ടി മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രാദേശിക സർക്കാരുകൾ ഓരോ ജില്ലയുടെയും പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇതിന് പുറമെ മറ്റു ചില നിർദ്ദേശങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് ഓരോ ജില്ലകളിലും വ്യത്യസ്ത സാഹചര്യവും ഉണ്ടാകും. ഈ തരത്തിലാണ് നിയന്ത്രണം. എന്തായാലും സംസ്ഥാനത്തിന് പൊതുവിൽ ബാധകമാവുന്ന നിയന്ത്രണങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ശരി, സജിത്ത് തുടരുക. എറണാകുളത്ത് നിന്നും സിജോ വി ജോൺ കൂടി ചേരുന്നുണ്ട്. സിജോ, തിരുവനന്തപുരം പോലെ തന്നെ എറണാകുളം അതീവ രൂക്ഷമായ അവസ്ഥയിലാണ്. എറണാകുളത്ത് ഇന്നലെ തിരുവനന്തപുരത്തെക്കാളും TPR ഉയർന്ന ഒരു നിലയിൽ കൂടിയാണ്. എങ്ങനെയാണ് ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? കിരൺ, കോവിഡ് കേസുകളുടെ എണ്ണം കൂടുന്നതിനോടൊപ്പം ഉയർന്ന TPRമാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. കാരണം സംസ്ഥാന ശരാശരി എന്ന് പറയുന്നത് TPR 43%. എന്നാൽ എറണാകുളം ജില്ലയിൽ ഇന്നലെ അത് 50 കടക്കുകയും ചെയ്തു. 50.86 ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്ന TPR. ഇത് തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആശ്വസിക്കാവുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ കേസുകൾ കൂടുന്നുണ്ടെങ്കിൽ പോലും ഈ ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം ഇപ്പോഴും കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് ഇതുവരെയും ആശുപത്രികളിലേക്ക് എത്തുന്നുള്ളൂ. ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം
ആശുപത്രികളിൽ മറ്റും ബെഡുകൾ ഒഴിവ് ധാരാളമുണ്ട് എന്നൊരു കണക്കുകളുണ്ട്. ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള CLTCകളിൽ 57% ഇപ്പോൾ ഫില്ലായി. ഇനി ആളുകൾ വരാനുള്ള കണക്കുകളാണുള്ളത്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളിലും 55%. ഏറ്റവും കൂടുതൽ സ്വകാര്യ ഹോസ്പിറ്റലുകളുള്ള ഒരു ജില്ല കൂടി തന്നെയാണ് എറണാകുളം. ആ ജില്ലകളിലെ സ്വകാര്യ ഹോസ്പിറ്റലുകളിലെ ബെഡുകളുടെ കണക്കും ഏറെ നിറഞ്ഞ കണക്കുന്ന രീതിയിലല്ല. 11,432 ബെഡുകളാണ് ഉള്ളത്. അതിൽ 2,907 ബെഡുകൾ മാത്രമാണ് ഇപ്പോൾ കോവിഡ് പേഷ്യൻസ് വന്നിട്ടുള്ളത്. 8,525 ബെഡുകൾ ഇപ്പോൾ ഒഴിവുണ്ട് എന്നുള്ള വിവരമാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സൗകര്യങ്ങളുടെ കാര്യത്തിൽ എറണാകുളം ഇപ്പോഴും കുഴപ്പമില്ല. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേസുകൾ കൂടുന്നതനുസരിച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെയൊക്കെ യോഗം വിളിച്ചിരുന്നു. അങ്ങനെ ആവശ്യമുള്ളതൊക്കെ രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത്തരം സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ആളുകൾ പുറത്തിറക്കുന്നതൊക്കെ അത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കുന്നതിനുമായി കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഈ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഇപ്പോഴും അസതമായി തന്നെ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരക്കാരെ കണ്ടുപിടിക്കുന്നതിനും അവർക്കെതിരെ പിഴ ചുമത്തുന്നതിനുള്ള നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്നും TG സജിത്തും എറണാകുളത്ത് നിന്നും സിജോ വി ജോണുമാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ നിലനിൽക്കുകയാണ്. നാളെ എന്തായാലും വീണ്ടും ഒരു ഇടക്കാലത്തിന് ശേഷം ലോക്ക്ഡൗൺ സമാനമായ സാഹചര്യത്തിലേക്ക് നാട് നീങ്ങുകയാണ്. കോടതി ഇടപെടലിനെ തുടർന്ന് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഒറ്റ ദിവസമായി വെട്ടിച്ചുരുക്കേണ്ടി വന്നതിൻ്റെ നാണക്കേടിലാണ് CPM. കോവിഡ് രൂക്ഷമായ ഘട്ടത്തിൽ ജില്ലാ സമ്മേളനം നടത്തുന്നതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഞായറാഴ്ച നിയന്ത്രണം കണക്കിലെടുത്ത് തൃശൂർ സമ്മേളനവും വെട്ടിച്ചുരുക്കി. ആലപ്പുഴ സമ്മേളനം മാറ്റിവെക്കുന്നതിൽ തിങ്കളാഴ്ച തീരുമാനമുണ്ടാകും. സംസ്ഥാന സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളും വെട്ടിച്ചുരുക്കിയേക്കും. കോവിഡ് കാലത്തെ സമ്മേളന നടത്തിപ്പിന്റെ പേരിൽ CPM-ഉം സർക്കാരും നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായ തിരുവനന്തപുരത്ത് മെഗാ തിരുവാതിരയും ആഘോഷപൂർവ്വം സമ്മേളനവും നടത്തിയാണ് CPM ആദ്യം പുലിവാലി പിടിച്ചത്. സംസ്ഥാനമൊട്ടാകെയുള്ള നിയന്ത്രണങ്ങൾ വകവയ്ക്കാതെയായിരുന്നു കാസർഗോഡും തൃശൂരും മുൻ നിശ്ചയപ്രകാരം സമ്മേളനവുമായി മുന്നോട്ടു പോയത്. സർക്കാർ കോവിഡ് നിയന്ത്രണ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചത് CPM-ന്റെ താൽപര്യപ്രകാരമാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും വകവച്ചില്ല. ഒടുവിൽ കോടതി ഇടപെട്ടതോടെയായിരുന്നു പിന്മാറ്റം. ഹൈക്കോടതി പറഞ്ഞത് CPM-ന്റെ അഭിപ്രായം കേൾക്കാതെയാണ്. എന്താണ് എന്നുള്ളത് ബന്ധപ്പെട്ട ആളുടെ കേൾക്കാതെയുള്ളതാണ് ഒരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. ഇന്ന് കോടതി പറഞ്ഞാൽ ഇന്ന് നിർത്തിവെക്കാൻ പറ്റുമോ? കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എല്ലാ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് കോടതിയെ ബഹുമാനിക്കാനാണ്. സമ്മേളന തിരക്കിലായതിനാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. 28-ന് ആരംഭിക്കേണ്ട ആലപ്പുഴ സമ്മേളനം എങ്ങനെ വേണമെന്ന് സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് മാർച്ച് 1-ന് ആരംഭിക്കേണ്ടതാണ്. ഒരു മാസത്തിനുള്ളിൽ കോവിഡ് വ്യാപനം കുറയുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ സംസ്ഥാന സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടത്താനാകുമെന്ന് CPM കണക്കുകൂട്ടുന്നു. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള പരിപാടികളിൽ പലതും ഒഴിവാക്കേണ്ടി വരും. ഇപ്പോഴത്തെ ക്ഷീണം കുറയ്ക്കാൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അണികൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം അവസാനിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ തന്നെ സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കെ ജില്ലാ കളക്ടർ അവധിയിൽ പ്രവേശിച്ചു. വിവാദങ്ങളും കോടതി നടപടികളും കൊണ്ട് ചർച്ചയായ സമ്മേളനമാണ് മടിക്കൈ അമ്പലത്തുകരയിൽ ഒരു ദിവസം കൊണ്ട് സമാപിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടികൾ പാടില്ലെന്ന കോടതി ഉത്തരവിന് പിന്നാലെയാണ് സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടി വന്നത്. 3 ദിവസം നിശ്ചയിച്ച സമ്മേളനം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചത് CPM-ന് തിരിച്ചടിയായി. പ്രവർത്തന റിപ്പോർട്ടും ചർച്ചയും സംഘടനാ തെരഞ്ഞെടുപ്പും ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കേണ്ടി വന്നു. ജില്ലാ സെക്രട്ടറിയായി MV ബാലകൃഷ്ണനെ വീണ്ടും തെരഞ്ഞെടുത്തു. എല്ലാ അജണ്ടയും 3 ദിവസം കൊണ്ട് നിശ്ചയിച്ച മുഴുവൻ അജണ്ടയും ഞങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. പേരിന് മാത്രം ആ അജണ്ടകളെല്ലാം നടപ്പാക്കി. ഈ സമയത്ത് ഞങ്ങൾ 3 ദിവസം നടത്തേണ്ട സമ്മേളനം ഒറ്റ ദിവസം കൊണ്ട് പിരിഞ്ഞിരിക്കുകയാണ്. CPM-ന്റെ അഭിപ്രായം കേൾക്കാതെയാണ് കോടതി വിധി ഉണ്ടായതെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. കോടതി ഉത്തരവിന് പിന്നാലെ കാസർഗോഡ് കളക്ടർ അവധിയിൽ പ്രവേശിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധിയെന്ന് വിശദീകരണമെങ്കിലും CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവധിക്ക് കാരണമെന്ന് സൂചനയുണ്ട്. കാസർഗോഡ് ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺബീർ ചന്ദ്
ഇന്നലെ ജില്ലയിൽ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കിയ നടപടി പിൻവലിച്ചത് CPM ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടി പാർട്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ കളക്ടർ നേരത്തെ അവധിക്ക് അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. ന്യൂസ് 18 കാസർഗോഡ്. കരവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം. തട്ടിപ്പ് നേതൃത്വം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. നടപടിയെടുത്തില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. BJP വളർച്ചയിൽ എന്ത് നടപടിയെടുത്തുവെന്നും പ്രതിനിധികൾ ചോദിച്ചു. കോവിഡ് സാഹചര്യത്തിൽ പൊതുചർച്ചയ്ക്കും ഗ്രൂപ്പ് ചർച്ചയ്ക്കും അനുവദിച്ച സമയം വെട്ടിക്കുറച്ചുകൊണ്ടാണ് സമ്മേളന നടപടികൾ പുനഃക്രമീകരിച്ചത്. ഇന്ന് അവസാനിക്കുന്ന സമ്മേളനം പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കും. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, കരവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന മട്ടിലാണോ പ്രതിനിധികൾ പ്രധാനമായും വിമർശനം ഉന്നയിച്ചത്? തീർച്ചയായിട്ടും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഇന്നലത്തെ പൊതുചർച്ചയിൽ സജീവ ചർച്ചയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. എന്തായാലും ഇത് പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. CPMനെ സംബന്ധിച്ച് ഒരു സഹകരണ ബാങ്ക് പ്രശ്നമാണ് എങ്കിൽ പോലും ആ സഹകരണ ബാങ്ക് പ്രശ്നം കേരളത്തിൽ ഉടനീളം പാർട്ടിക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പാർട്ടിക്ക് ലഭിച്ചിട്ടും പാർട്ടിയുടെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നുള്ളതാണ് പ്രതിനിധികൾ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിച്ചത്. അതുപോലെ തന്നെ BJPയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ BJPക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടും BJPയുടെ വളർച്ച വലിയ തോതിൽ ഉണ്ടായിട്ടും അതിനെതിരെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ള ചർച്ചയും ഉണ്ടായിട്ടുണ്ട് സമ്മേളനത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ചയായി വന്നത് ഇന്ന് CPMൻ്റെ പോലീസ് നയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തെ പോലീസിനുണ്ടായിരുന്ന ഒരു നല്ല പേര് ഈ രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പോലീസിൽ ആരൊക്കെയോ ഇരുന്ന് പാർട്ടിയെയും അല്ലെങ്കിൽ സർക്കാരിനെയും മോശപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്നുള്ള ഒരു വിമർശനവും ഇന്നലത്തെ പൊതുചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സമ്മേളനം 3 ദിവസമാണ് നിശ്ചയിച്ചിരുന്നത് എങ്കിലും ഇന്നുകൊണ്ട് സമ്മേളനം അവസാനിക്കുകയാണ്. CPMനെ സംബന്ധിച്ച് CPMൻ്റെ സംഘടനാ സമ്മേളനം എന്ന് പറയപ്പെടുന്നത് 3 വർഷത്തിൽ ഒരിക്കലാണ് സംഘടനാ സമ്മേളനങ്ങൾ ചേരാറുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സജീവ ചർച്ചകളും തീരുമാനങ്ങളും പോരായ്മകളും വിശകലനങ്ങളുമൊക്കെയാണ് ആ ചർച്ചയിൽ ഉണ്ടാവുക. എന്നാൽ ഇത്തവണത്തെ സമ്മേളനം എന്ന് പറയപ്പെടുന്നത് കോവിഡ് സാഹചര്യത്തിൽ 4 വർഷത്തിനിടയിൽ ചേർന്ന ഒരു സമ്മേളനമാണ്. എന്നാൽ ആ സമ്മേളനവും നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയാതെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 3 ദിവസം നിശ്ചയിച്ച സമ്മേളനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇന്ന് 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. നിലവിലത്തെ ജില്ലാ സെക്രട്ടറി MM വർഗീസ് തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശരി, തൃശ്ശൂരിൽ നിന്നും സനോജ് സുരേന്ദ്രനാണ് തൃശ്ശൂരിലെ CPM ജില്ലാ സമ്മേളനം സംബന്ധിച്ച വാർത്തകൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപ് അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അവധി ദിനത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് കോടതി ഹർജി പരിഗണിക്കുന്നത്. രാവിലെ 10:15 വാദം കേൾക്കുക. മറ്റേത് കേസിനേക്കാളും പ്രാധാന്യമുള്ളതുകൊണ്ടല്ല, അധികം സമയം വാദത്തിനെടുക്കുമെന്നുള്ളതുകൊണ്ടാണ് കേസ് മാറ്റുന്നതെന്ന് ജഡ്ജി വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ഗൂഢാലോചനയ്ക്കുള്ള വകുപ്പുകൾക്കൊപ്പം കൊലപാതകത്തിനുള്ള ഗൂഢാലോചന വകുപ്പ് കൂടി ചേർത്തിരുന്നു. നേരത്തെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കേസിൽ 1-ാം പ്രതി ദിലീപിനൊപ്പം സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ്, സുഹൃത്ത് ശരത് അടക്കമുള്ള പ്രതികളും മുൻകൂർ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്നും കള്ളക്കേസാണെന്നുമാണ് ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വാദം. എന്നാൽ നിയമത്തിന്റെ പിടിയിൽ നിന്ന് വഴുതി മാറാനുള്ള ശ്രമമാണ് ദിലീപിന്റേതെന്നും സകല തെളിവുകളും ശേഖരിച്ച ശേഷമാണ് പ്രതി ചേർത്തതെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട്. ദിലീപിന്റേത് അസാധാരണമായ കേസാണെന്നും ലൈംഗിക പീഡനത്തിന് ക്രിമിനലുകൾക്ക് കൊട്ടേഷൻ നൽകിയത് നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നും സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ദിലീപിന് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസിനെ തന്നെ ബാധിക്കുമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. സത്യം പുറത്തുവരാൻ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഗൂഢാലോചന കേസ് ഗുരുതര സ്വഭാവമുള്ളതാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദ സാമ്പിളുകളും പ്രതികളുടെ ശബ്ദവും ഫോറൻസിക് പരിശോധന നടത്തണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. അമേരിക്ക കാനഡ അതിർത്തിയിൽ ഇന്ത്യക്കാരൻ സംശയിക്കുന്ന 4 പേർ അതിശൈത്യത്തിൽ മരിച്ച നിലയിൽ. അനധികൃത കുടിയേറ്റത്തിനിടെയാണ് ദുരന്തമുണ്ടായത്. അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ അംബാസഡർമാരോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നിർദ്ദേശം നൽകി. ഒരു കൈക്കുഞ്ഞടക്കം 4 പേരാണ് മരിച്ചതെന്നും ഇവർ ഇന്ത്യക്കാരാണെന്ന് സംശയിക്കുന്നതായും മാനിറ്റോബ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് അറിയിച്ചു.
മരണം മനുഷ്യക്കടത്തിനിടെ സംഭവിച്ചതാണെന്ന് കരുതുന്നതായും പോലീസ് വ്യക്തമാക്കി. മൃതദേഹങ്ങൾ എമേഴ്സൺ പ്രദേശത്ത് വെച്ചാണ് കണ്ടെത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള കുടുംബമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സംശയിക്കുന്നതായും ഇവർ യുഎസിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും യുഎസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മരിച്ചവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ളവ പുറത്തു വന്നിട്ടില്ല. സംഘം ഹിമപാതത്തിൽ പെട്ടുപോയതാണെന്നും രാത്രിയിലെ ഇരുട്ടാണ് അപകടത്തിന് കാരണമായതെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ഇന്ത്യ അന്വേഷണം തുടങ്ങി. അപകട സ്ഥലത്തേക്ക് പോകുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു. ഞെട്ടിക്കുന്ന വാർത്തയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടിടത്ത് BJP സഖ്യത്തിന് മേൽക്കൈയെന്ന് CNN ന്യൂസ് 18 സർവേ. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും അധികാരം നിലനിർത്താനുള്ള ഭൂരിപക്ഷം BJP സഖ്യം നേടും. ഗോവയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് മുന്നണി നേടും. അതേസമയം പഞ്ചാബിൽ ആപ്പ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു. രാജ്യമുറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ BJP സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് CNN ന്യൂസ് 18 പോൾ ഓഫ് പോൾ സർവേ. എന്നാൽ യോഗി ആദിത്യനാഥിനെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടത്തിൽ സീറ്റുകളുടെ എണ്ണം കുറയും. 235 മുതൽ 249 സീറ്റുകൾ വരെ ലഭിച്ചേക്കും. അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 2017 അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കിയേക്കും. 137 മുതൽ 147 വരെ സീറ്റുകൾ SP നേടും. മായാവതിയുടെ BSPക്ക് 7 മുതൽ 13 സീറ്റുകൾ വരെ ലഭിച്ചേക്കും. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ മത്സരത്തിനിറങ്ങുന്ന കോൺഗ്രസിന് 3 മുതൽ 7 സീറ്റുകൾ മാത്രമേ നേടാനാകൂ എന്നാണ് സർവേ. ഉത്തരാഖണ്ഡിലും BJP അധികാരം നിലനിർത്തും. 37 മുതൽ 41 സീറ്റുകൾ വരെ ലഭിക്കും. ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന കോൺഗ്രസ് 24 മുതൽ 28 സീറ്റുകൾ വരെ നേടും. AAP 2 മുതൽ 4 മണ്ഡലങ്ങളിൽ വിജയിച്ചേക്കും. പഞ്ചാബിൽ കോൺഗ്രസിന് അധികാരം തുടരുക എളുപ്പമല്ലെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. AAP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും. 51 മുതൽ 57 സീറ്റുകൾ വരെ നേടിയേക്കും. കോൺഗ്രസിന് 38 മുതൽ 44 സീറ്റ് വരെ ലഭിക്കാം. അമരീന്ദർ സിംഗുമായി കൈകോർത്ത് മത്സരിക്കുന്ന BJPക്ക് നേട്ടമുണ്ടാക്കാനാവില്ല. ഗോവയിലും വ്യക്തമായ ഭൂരിപക്ഷം ആർക്കുമില്ല. BJPക്ക് 18 മുതൽ 22 സീറ്റുകൾ വരെ ലഭിച്ചേക്കും. AAPയും കോൺഗ്രസും 5 മുതൽ 9 സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. ന്യൂസ് 18 ഡൽഹി. ഉത്തർപ്രദേശിന് പിന്നാലെ ഗോവയിലും BJP നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. BJP സീറ്റ് നിഷേധിച്ച മുൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ മകൻ ഉൽപ്പൽ പരീക്കർ സ്വതന്ത്രനായി മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറും പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചു. BJP വിട്ട ഡെപ്യൂട്ടി സ്പീക്കറും മന്ത്രിയും മഹിളാ മോർച്ച ഉപാധ്യക്ഷയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജനവിധി തേടും. മുൻ മുഖ്യമന്ത്രിയും പിതാവുമായ മനോഹർ പരീക്കറിന്റെ തട്ടകമായ പനജിയിലെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ് ഉത്പൽ പരീക്കർ BJP വിട്ടത്. ആം ആദ്മി പാർട്ടി പനജി സീറ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനം. കോൺഗ്രസ് വിട്ടെത്തിയ സിറ്റിംഗ് MLA അത്തനാസിയോ ബാബുഷ് മൻസരാറ്റോയ്ക്കാണ് BJP ഇത്തവണ പനജി മണ്ഡലം നൽകിയത്. ഇതോടെ പാർട്ടിയുമായി ഇടഞ്ഞ ഉത്പലിനെ ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ പനജിയിൽ നിന്ന് മത്സരിക്കാൻ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ AAPക്ക് കൈകൊടുക്കാൻ ഉത്പൽ തയ്യാറായില്ല. ഡെപ്യൂട്ടി സ്പീക്കർ ഇസിദോർ ഫെർണാണ്ടസ്, മന്ത്രി ദീപക് പൗസ്കർ, മഹിളാ മോർച്ച ഉപാധ്യക്ഷയും ഉപമുഖ്യമന്ത്രി ചന്ദ്രകാന്ത് കാവ്ലേക്കറുടെ ഭാര്യയുമായ സാവിത്രി കാവ്ലേക്കർ എന്നിവരും BJP വിട്ടു. മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറും പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. BJPയുടെ ഗോവയിലെ പ്രകടന പത്രികയുടെ ചുമതലക്കാരൻ കൂടിയായിരുന്നു പർസേക്കർ. സിറ്റിംഗ് സീറ്റായ മണ്ഡ്രെ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പർസേക്കർ പാർട്ടി വിട്ടത്. ഉത്തരാഖണ്ഡിൽ BJP പുറത്താക്കിയ മന്ത്രി ഹരക് സിംഗ് കോൺഗ്രസിൽ ചേർന്നു. ന്യൂസ് 18 ഡൽഹി. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ മുഖം താൻ തന്നെയെന്ന് പ്രിയങ്ക ഗാന്ധി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തോടായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. യുവാക്കളുടെ വോട്ട് ലക്ഷ്യമിട്ട് പ്രത്യേക പ്രകടന പത്രികയും കോൺഗ്രസ് പുറത്തിറക്കി. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഉത്തർപ്രദേശ്. എന്നാൽ ജനങ്ങൾ കൈവിട്ടതിനു ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും കാഴ്ചക്കാരായിരിക്കേണ്ടി വന്നു കോൺഗ്രസിന്. ഇത്തവണ നിലനിൽപ്പിനായി പോരാടുന്ന കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രഖ്യാപനം. UPയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മറ്റാരുടെയെങ്കിലും മുഖം നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലായിടത്തും നിങ്ങൾക്ക് എന്റെ മുഖം കാണാം എന്നായിരുന്നു പ്രിയങ്ക പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യത്തിനായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരുണ്ടാക്കാൻ ആർക്കെങ്കിലും പിന്തുണ നൽകണമെങ്കിൽ ഉപാധി വയ്ക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കി. BJP മുന്നോട്ട് വെച്ച ആശയങ്ങൾ ദുരന്തമായെന്നും മാറ്റത്തിന്റെ തുടക്കം UPയിൽ നിന്ന് ആരംഭിക്കുമെന്നും യുവാക്കൾക്കായുള്ള പ്രകടന പത്രിക പുറത്തിറക്കി രാഹുൽ ഗാന്ധി പറഞ്ഞു. ന്യൂസ് 18 ഡൽഹി.
സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളിൽ തീപിടുത്ത സാധ്യത ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ. സ്വർണ്ണക്കടത്ത് വിവാദ കാലത്ത് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ തീപിടുത്തം വൻ വിവാദമായിരുന്നു. അഗ്നിരക്ഷാസേന മേധാവി നേരത്തെ സമർപ്പിച്ച 24 ശുപാർശകൾ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. സ്വർണ്ണക്കടത്ത് വിവാദ സമയത്ത് നയതന്ത്ര യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന പൊതുഭരണ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തം ഏറെ കോളടക്കം സൃഷ്ടിച്ചിരുന്നു. രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം തീവച്ചുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ആരോപണം. ഇതിന് പിന്നാലെ വലിയ സമര കോലാഹലങ്ങളും അരങ്ങേറി. കോഴിക്കോട് ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളിൽ പല ഘട്ടങ്ങളിലായി പുറത്തുനിന്നുള്ളവർ തീവയ്പ് ഉൾപ്പെടെ നടത്തിയ സംഭവങ്ങളും സമീപകാലത്ത് നടന്നു. ഷോർട്ട് സർക്യൂട്ട് വഴിയും തീപിടിച്ച് രേഖകൾ നശിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അഗ്നിശമന സേനയുടെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവ്. കെട്ടിടങ്ങളിൽ പൂർണ്ണമായും വെന്റിലേഷൻ സംവിധാനം ഉണ്ടാകണം. ഓഫീസുകളിൽ പാഴ്വസ്തുക്കൾ സൂക്ഷിക്കാൻ പാടില്ല. തീപിടുത്തമുണ്ടായാൽ വേഗത്തിലറിയാൻ അലാറം സംവിധാനം വേണം. മുഴുവൻ രേഖകളും ഡിജിറ്റലായി സൂക്ഷിക്കണം. കാലപ്പഴക്കം ചെന്ന വയറിങ്ങുകൾ മാറ്റണമെന്നും ഒരു പ്ലഗ് പോയിന്റിൽ നിന്ന് നിരവധി കണക്ഷനുകൾ പാടില്ലെന്നും നിർദ്ദേശത്തിലുണ്ട്. ഓഫീസിൽ ഇൻഡക്ഷൻ കുക്കർ, ഹീറ്റർ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. കൃത്യമായി ഫയർ ഓഡിറ്റ് നടത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സെക്രട്ടേറിയറ്റ്, മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്ക് പുറമെ നിയമസഭ, ഹൈക്കോടതി, കളക്ടറേറ്റുകൾ, പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം ഉത്തരവ് പ്രകാരം സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രാവർത്തികമാക്കണം. ന്യൂസ് 18 തിരുവനന്തപുരം. PT തോമസിന്റെ പൊതുദർശനത്തിന് തൃക്കാക്കര നഗരസഭ ചെലവാക്കിയ മുഴുവൻ തുകയും കോൺഗ്രസ് നൽകി. 4 ലക്ഷം രൂപയുടെ ചെക്ക് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തൃക്കാക്കര നഗരസഭ അധ്യക്ഷയെ ഏൽപ്പിച്ചു. പൊതുദർശന ചടങ്ങിൽ പൂക്കളടക്കം വാങ്ങിയതിൽ ക്രമക്കേട് ആരോപിച്ച് LDF രംഗത്ത് വന്നിരുന്നു. PT തോമസിന്റെ പൊതുദർശനത്തിനായി 4,03,398 രൂപയാണ് തൃക്കാക്കര നഗരസഭ ചെലവാക്കിയിരുന്നത്. പൂക്കൾ വാങ്ങുന്നതിന് മാത്രം 1,27,000 രൂപ. പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയല്ലാതെ ഇത്ര ഉയർന്ന തുക ചെലവഴിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു LDF അംഗങ്ങൾ രംഗത്തെത്തിയത്. മാത്രമല്ല, റീത്ത് പോലും വെക്കരുതെന്ന് അന്ത്യാഭിലാഷമായി പറഞ്ഞ PTക്ക് 1,4 ലക്ഷം രൂപയുടെ പൂക്കൾ വാങ്ങിയതിനെയും പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. സംഭവം വിവാദമായതിനു പിന്നാലെ പൊതുദർശന ചടങ്ങുകൾക്കായി ചെലവഴിച്ച മുഴുവൻ തുകയും കോൺഗ്രസ് നൽകി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ ചെക്ക് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ നഗരസഭാ സൂപ്രണ്ടിന് കൈമാറി. LDF അംഗങ്ങളുടെ അനുവാദത്തോടെയാണ് പണം ചെലവാക്കിയിരുന്നതെന്ന് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ പറഞ്ഞു. ഞങ്ങളെ ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ 25 കൗൺസിലർമാരും ഞങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ ഓരോ മാസത്തെ ഓണറേറിയം വെച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് മുനിസിപ്പാലിറ്റിയുടെ ഒരു നയ പൈസ പോലും ഇല്ലാതെ ആ ചെലവായ തുക തിരിച്ച് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് ഈ വിവാദത്തിൽ നിന്ന്, പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാന്യനായ PT തോമസ് MLAയുടെ വിവാദത്തിൽ നിന്ന് മാറണം എന്നുള്ളത്. പണം അനുവദിക്കുന്നതിനെ അനുകൂലിച്ചിരുന്നതായി LDF കൗൺസിലർമാർ പറഞ്ഞു. 25,000 രൂപ വരെയാണ് ചെയർപേഴ്സന് അനുവദിക്കാനാകൂ. 4 ലക്ഷം രൂപ ചെലവഴിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. മുൻകൂർ അനുമതി കൊടുത്തുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പൂവിന് മാത്രം 1,27,000 രൂപ, ഭക്ഷണത്തിന് 36,000 രൂപ, മറ്റു ചെലവുകൾക്കായി 4,03,750 രൂപ. അപ്പോൾ ഇത് അഴിമതിയാണ് ചൂണ്ടിക്കാണിച്ച് അഴിമതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് അഴിമതി ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ പാസ് തിരിച്ചെടുത്തിട്ടുണ്ട്. പണം ചെലവഴിക്കുന്നതിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.